നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലേറെ സ്ത്രീകളാണ്, ഒപ്പം കുഞ്ഞുങ്ങളും. അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാൾ സർക്കാരിന് ഏറ്റവും വലുതാണ്. കുറ്റകൃത്യങ്ങൾ പ്രസ്ഥാനത്തിലെ സ്ത്രീകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതുമാണ്. നമ്മൾ പുരാണങ്ങളിലൊക്കെ ദുഷ്ട സ്ത്രീ കഥാപാത്രങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇപ്പോൾ കൂടുതൽ വിസിബിൾ ആയതുകൊണ്ട് നമ്മളത് അറിയുന്നു. സ്ത്രീകളെ വ്യക്തികളായി അംഗീകരിക്കാൻ ഇപ്പോഴും മടിയുള്ള ആളുകൾ, അവർ എണ്ണത്തിൽ കുറവാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വിരാജിക്കുക. നമസ്കാരം, വാക്കും ഉറവാക്കിലേക്ക് സ്വാഗതം. UDF സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുകയാണ്. 10 വർഷത്തിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും വളരെ സൂക്ഷ്മതയോടെയാണ് പുതിയ സർക്കാരിനെ രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത്. ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ സ്ത്രീകളോടുള്ള ആ ഒരു കരുതൽ നമ്മൾ കണ്ടതാണ്. ഈ ഒരു 5 വർഷവും അതേ കരുതൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നെന്തായാലും നമ്മോടൊപ്പം ചേരുന്നു തൊഴിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ. സ്വാഗതം. നമസ്കാരം. ഈ വനിതാ ശിശുക്ഷേമം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സർക്കാരിനെ സംബന്ധിച്ച് സ്ത്രീ സുരക്ഷയിൽ വിജയിക്കുകയാണെങ്കിൽ ആ സർക്കാരും ആ ഭരണകൂടവും ഒക്കെ വിജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. പ്രത്യേകിച്ചൊരു നിയമവാഴ്ചയും ഈ കുറ്റകൃത്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതും ആ കുറ്റകൃത്യങ്ങളൊക്കെ തടയാൻ പറ്റാതെ ഒരു സർക്കാർ പരാജയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഏറെക്കുറെ ഈ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങേക്ക് ആ ഒരു വകുപ്പ് ഏറ്റവും പ്രധാനം തന്നെയാണ്. തീർച്ചയായും നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലേറെ സ്ത്രീകളാണ്. അത് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഒപ്പം കുഞ്ഞുങ്ങളും. അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാൾ സർക്കാരിന് ഏറ്റവും വലുതാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഈ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുക. നിയമങ്ങൾ എന്ന് പറയുന്നത് ലീഗൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഞങ്ങളുടെ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കുറ്റകൃത്യം പരമാവധി തടയുക എന്ന പ്രതിരോധ പ്രവർത്തനമാണ്. സംസ്ഥാനത്തിനൊരു വനിതാ നയം രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ശിശുക്കളുടെ കാര്യത്തിലും പ്രത്യേകമായ നയം രൂപീകരണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ എന്ന് പറയുന്നത് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ 0 ടോളറൻസ് എന്ന നിലപാടുമായിട്ട് ആണ് ചെയ്യുന്നത്. നിലവിലുള്ള പദ്ധതികൾ കൂടാതെ അത് കുറ്റമറ്റ രീതിയിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായ ഇടപെടലുകൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ പുതിയ നവീനങ്ങളായ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുമുള്ള മോഡൽസ്, ഒപ്പം നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിന് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിന് പറ്റിയതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ സ്ത്രീ സുരക്ഷയും കുഞ്ഞുങ്ങളുടെ സുരക്ഷയും നടപ്പാക്കിക്കൊണ്ട് പോകാൻ ഈ ഗവൺമെൻറ് പ്രവർത്തന നിരതമാണ്. പക്ഷേ അത് പറഞ്ഞപ്പോൾ വളരെ ഈസിയായി നമ്മളത് പറഞ്ഞ് തീർക്കുകയാണ്. അതിനുപുറത്ത് ഓരോ ഭരണകൂടവും വരുമ്പോഴൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വകുപ്പ് തന്നെയാണ് ഈ വനിതാ ശിശുക്ഷേമം അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കുമ്പോൾ എല്ലാ വർഷവും പ്രതിദിനം അല്ലെങ്കിൽ ഓരോ മാസത്തെ കണക്കുകൾ തന്നെ അത് കൂടി വരികയാണ്. അപ്പോൾ ഇത്രയേറെ നമ്മൾ നിയമങ്ങൾ കർശനമാക്കുമ്പോഴും നടപടികൾ കർക്കശമാക്കിയാൽ പോലും ഈ എണ്ണം എന്തുകൊണ്ടാണ് കൂടി വരുന്നത്? റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ കൂടുന്നത് കൊണ്ടാണോ? അത് തന്നെയാണ്. പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ സാമൂഹ്യ മനോഭാവത്തിലെ മാറ്റം ഇനിയും ഉണ്ടായിട്ടില്ല. നമ്മൾ എത്രയെത്ര നിയമങ്ങളെക്കുറിച്ച് പറയുന്നു, നമ്മൾ ബോധവതികളൊക്കെയാണ്. പക്ഷേ നിയമങ്ങളെല്ലാം ഉള്ളപ്പോഴും സമൂഹത്തിൻ്റെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇതിലൊന്നും പെടാതെ സ്ത്രീകൾക്കെല്ലാം അതിക്രമങ്ങൾ ഭൂഷണമായി കണ്ടുകൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകൾ. അവരുടെ മാനസിക വ്യാപാരങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികൾക്കെതിരെ പ്രത്യേകിച്ചും നമ്മൾ കേട്ടുവഴി നമുക്കുണ്ടോ? ലോകത്തിലെ ഓരോ ആളുകളും വിചാരിക്കുന്ന ഒരു കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മടിത്തട്ടിലാണ്, അമ്മയുടെ അടുത്താണ്, അച്ഛൻ്റെ അടുത്താണ്. ഇന്ന് നമുക്ക് അവിശ്വസനീയമായ വിധം കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരുടെ അടുത്ത് പോലും സുരക്ഷിതമല്ല എന്ന് നിരവധിയായ ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാട്ട് പിഞ്ചു കുഞ്ഞിനെ ഈ വേളയിൽ ഓർക്കുകയാണ്. അവൻ്റെ പെറ്റമ്മയാണ് അവനെ ആക്രമിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നത്, കണ്ടില്ല എന്ന് നടിക്കുന്നത്. ആ കുഞ്ഞു ശരീരത്തെ 90ലേറെ മുറിവുകളുണ്ടായിരുന്നു. ഇത് ആ ഒരു കുഞ്ഞിൻ്റെ മാത്രം സ്ഥിതിയല്ല, എത്രയെത്ര സാമൂഹിക പ്രശ്നങ്ങളാണ്. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ ഒരു മടിയുമില്ലാത്ത അമ്മമാരും വിരളമല്ല, എണ്ണത്തിൽ കൂടി വരുന്നു എന്നതടക്കമുള്ള ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നിയമമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, സാമൂഹ്യ ബോധം. ഒരു കുഞ്ഞ് കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിൻ്റെ മാത്രം സ്വത്തല്ല ആ കുഞ്ഞ്, ഈ സമൂഹത്തിൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും സ്വത്താണ്. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വവും അതിനെ നന്നായി പഠിച്ച് വളരാനുള്ള സാഹചര്യം ഒരിക്കലും
നമ്മുടെ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും കർത്തവ്യമാണ്. ഒരു മൂല്യബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക, അതാണ് ഏറ്റവും ഒരു പരമപ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്, മാതാപിതാക്കൾ തന്നെയാണ്. അതിനുശേഷം പിന്നെ അതിൻ്റെ അധ്യാപകരിലേക്ക് വരുന്നു, പിന്നെ അത് പയ്യെ പയ്യെ സമൂഹ ചുറ്റുപാടൊക്കെ വരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഒരു ചുറ്റുപാടിൽ കെട്ടിപ്പിണർന്ന് കിടക്കുന്നതാണ് ഈ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. എത്ര തന്നെ നമ്മൾ ബോധവതികളും ബോധവാന്മാരുമായിരുന്നാലും ഈ ഒരു മൂല്യ തകർച്ച എങ്ങനെയാണ് സംഭവിക്കുന്നത്? മൂല്യം എന്ന് പറയുന്നത് അതത് കാലഘട്ടങ്ങളിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കാലഘട്ടത്തിനനുസരിച്ച്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ മൂല്യബോധമുള്ളൊരു തലമുറയെ വളർത്തി വലുതാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്ന് അച്ഛനമ്മമാരെ എവിടെയൊക്കെ കൊണ്ട് കളയണമെന്ന് നമുക്ക് പോലും നിശ്ചയമില്ല. ആ നിലയിലേക്ക് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും മൂല്യബോധം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും രൂപപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചെറിയ വിഭാഗമുണ്ടല്ലോ, അത് എല്ലായിടത്തും ഇപ്പോൾ കാണുന്നു. അത് കൂടുതൽ വിസിബിൾ ആകുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മടിയില്ല, ചെയ്താൽ കുറ്റബോധമില്ല. അവർ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലാണ്. അത്തരം ആളുകളെ നിയമത്തിൻ്റെയും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത്തരം ശാസ്ത്രീയ അടിത്തറയോടുകൂടിയുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നമ്മൾ ഇത്തരം കുറ്റവാസനയുള്ളവരെ എടുക്കുകയാണെങ്കിൽ അത് നമുക്കെല്ലാവർക്കും എല്ലാ കാലവും നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ഈ ഒരു 30 വയസ്സിന് താഴെയുള്ളവർ അല്ലെങ്കിൽ ഒരു 35 വയസ്സിൽ താഴെയുള്ള യങ്സ്റ്റേഴ്സാണ്, യുവത്വത്തിനാണ് ഈ രീതിയിൽ ഭയം, അങ്ങ് പറഞ്ഞതുപോലെ ഭയമില്ലാത്ത ഒരു എന്ത് വയലൻസും കാണിക്കാൻ ഒരു ഭയമില്ലാത്തൊരു തലമുറയാണ്. ഇതിനൊക്കെ നമുക്ക് ഒരു കുറ്റം പറയുന്നത് മുഴുവനും ഈ ലഹരി മയക്കുമരുന്ന്, ആ ഒരു ലഹരി മയക്കുമരുന്നിൻ്റെ വ്യാപനം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ കുട്ടികൾ ഇങ്ങനെ ആയതാണ്. പൂർണ്ണമായും ലഹരി മയക്കുമരുന്ന് ഇതിന് തന്നെ പ്രതിക്കൂട്ടി നിർത്താൻ പറ്റുമോ? നമുക്ക് ഭൂരിപക്ഷവും ലഹരിയും മയക്കുമരുന്നൊക്കെ തന്നെയാണ്. പക്ഷെ അതല്ലാത്ത സംഭവങ്ങൾ വിരളമല്ല. നമ്മൾ നോക്കും, ഇപ്പോൾ സിനിമകളിൽ യുവതയുടെ കൈയടി കിട്ടുന്നത് ഏതിനാ? വയലൻസ് ഉള്ള സിനിമകൾക്കാണ് കൂടുതലും. അല്ലാത്തതുണ്ട് എങ്കിൽ പോലും, ഇനി വയലൻസ് ഉള്ള സിനിമകൾക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടേണ്ട. പക്ഷെ കുറേയൊക്കെ നമുക്ക് മുൻപ് കാണുന്നതിനേക്കാൾ ഇപ്പോഴത്തെ തലമുറ എല്ലാവരും വയലൻസ് ഉള്ളവരല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ചെറിയ വിഭാഗമാണ്. പക്ഷേ ആ ചെറിയ വിഭാഗം കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അവർ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഭൂരിപക്ഷം പേരും അതീവ സുരക്ഷിതരാണ്, കുടുംബത്തിലായാലും പുറത്തായാലും. പക്ഷെ കുറേയിടത്ത് മാത്രമാണ് ഇതുള്ളത്. ഒരെണ്ണം പോലും നമുക്ക് ടോളറേറ്റ് ചെയ്യാനാകത്തില്ല. അതാണ് വ്യത്യാസം. ഒരു കുഞ്ഞു പോലും ആക്രമിക്കപ്പെടുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ മനുഷ്യർ പത്രത്തിൽ ഒരു കുഞ്ഞിനെതിരെയുള്ള അതിക്രമം വായിച്ച് പത്രം മടക്കി വയ്ക്കുന്ന ശൈലിയല്ല മലയാളികൾക്കുള്ളത്. അത് അല്ലെങ്കിൽ ഒരു TV ചാനലിൽ TV സ്ക്രീനിൽ ഒരു കുഞ്ഞിനെ ആക്രമണം സംബന്ധിച്ച വാർത്ത കണ്ടാൽ റിമോട്ട് മാറ്റി കൊണ്ടുപോകാൻ മലയാളിക്ക് ആകില്ല. നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടും. നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിലൊരു നെരിപ്പോടായി ആ കുഞ്ഞിന് നേരെയുള്ള ആക്രമണം സ്ത്രീകൾക്ക് നേരെയായാലും ആർക്ക് നേരെയായാലും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ മനോഭാവം എല്ലാം വേണം. ശാസ്ത്രീയമായ ഇടപെടലുകൾ, ബോധവൽക്കരണം, സാമൂഹ്യ ഉത്തരവാദിത്ത നിർവഹണത്തിൽ കൂടുതൽ പേരെ പങ്കാളികളാക്കുക. നേരത്തെ ജാഗ്രതാ സമിതികളൊക്കെ ആരംഭിച്ചിരുന്നു, പക്ഷേ അതൊക്കെ എവിടെയാണെന്നറിയില്ല. അത്തരം കാര്യങ്ങൾ കുറേ കൂടി മാറിയ സാഹചര്യത്തിൽ ഡിജിറ്റൽ യുഗത്തിലാണല്ലോ നമ്മൾ. അത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളിലൂടെ അത്തരം സമിതികൾ കൊണ്ടുവരികയും ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, കുറ്റകൃത്യങ്ങളോട് 0 ടോളറൻസ്, അതൊരു ഭാഗം. മറുഭാഗം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ. ഈ നിലയിലാണ് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. അറിവും വിദ്യാഭ്യാസമൊക്കെ നേടിയതിൻ്റെ അതിൻ്റെ ഒരു വളർച്ചയും എല്ലാ രീതിയിലും നോക്കുമ്പോൾ അതനുസരിച്ച് നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ഈ വയലൻസും അതനുസരിച്ച് ഉയർന്നുകൊണ്ടേ അതിൻ്റെ ഗ്രാഫും അതനുസരിച്ച് ഉയരുകയാണ്. അപ്പോൾ ഈ സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ അതുപോലും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അത്തരം കുറ്റകൃത്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങുപോലും അങ്ങേക്കുണ്ടായ ഒരു അനുഭവം പോലും സാക്ഷ്യപ്പെടുത്തിയതാണ്. ഈ രീതിയിൽ ഇങ്ങനെ ഉണ്ടാകുന്നൊരു മനോഭാവത്തെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ തടയാൻ കഴിയും? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എവിടെ പോയാലും, വീടിനകത്തായാലും പുറത്തായാലും റോഡിലായാലും ബസ്സിലായാലും ബസ് സ്റ്റാൻഡിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും ട്രെയിനകത്തായാലും എവിടെ പോയാലും സിഗരറ്റ് വലിക്കുന്നവരെ, ബീഡി വലിക്കുന്നവരെ നമ്മൾ കണ്ടു. അതിനെതിരെയുള്ള പോരാട്ടം. ഇത് പൊതു ഇടങ്ങളിൽ ഇത് പുകയ്ക്കുമ്പോൾ ആ പുകയ്ക്കുന്നവർക്ക് മാത്രമല്ല, ആ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കും അതിൻ്റെ ദൂഷ്യഫലങ്ങളുണ്ടാകും. അത് ഉണ്ടാകരുത്. സത്യത്തിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ബസ്സിനകത്തൊക്കെ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥതയോടുകൂടി നമ്മൾ അന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പൊതുസ്ഥലങ്ങളിൽ പുകവലിയൊന്നും നിർത്തണമെന്ന്. എൻ്റെ ഓർമ്മയിൽ പ്രൊഫസർ മോനമ്മ കവക്കാടാന്ന് തോന്നുന്നു കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്ത് അത് അവസാനിപ്പിച്ചല്ലോ.
ആ നിയമം വന്നപ്പം എല്ലാവരും പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. ആദ്യമൊക്കെ ആളുകൾ ഒളിച്ചു നിന്ന് സിഗരറ്റ് വലിക്കുന്നതും ബീഡി വലിക്കുന്നതും കണ്ടു. ക്രമേണ ഇപ്പോൾ എങ്ങും കാണാനില്ലല്ലോ. നിയമം വഴി കുറേയൊക്കെ നമുക്ക് ചെക്ക് ആൻഡ് ബാലൻസ് എന്നത് തന്നെയാണ്. നിയമം വഴി കുറേയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. കുറേയൊക്കെ ബോധവൽക്കരണത്തിലൂടെ മാറ്റാൻ പറ്റും. ഇനിയും മാറ്റാൻ പറ്റാത്തതിനെയാണ് കർശന നിയമ നടപടികളിലൂടെ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് നേരെയായാലും സ്ത്രീകൾക്ക് നേരെയായാലും ഒക്കെ തന്നെ. അവിടെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നിലവിൽ നിയമങ്ങളൊക്കെ കർശനമാണ്, നിയമങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതൊന്നും എത്രത്തോളം അത് കാര്യക്ഷമമായി അത് പ്രാവർത്തികമാക്കുന്നു അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളിടത്താണല്ലോ വെല്ലുവിളി. അത് ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം ആയാലും. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ സ്ത്രീധന നിരോധന നിയമമുണ്ട്. പക്ഷേ ഇപ്പോഴും സ്ത്രീധനം ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും അവസാനം നടന്ന ഗാർഹിക പീഡനത്തിൻ്റെ അവസാനത്തിലും മരണത്തിലും നമ്മളത് കേൾക്കുന്നു. അത് കാലം എത്ര മാറിയിട്ടും ചിന്താഗതി മാറാത്ത കുറേ ആളുകൾ, ഇനിയും നേരം വെളുക്കാത്ത കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഭർതൃഗൃഹത്തിലടക്കം പീഡനം നേരിടുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ. അതിലെന്നെ ആശങ്കപ്പെടുത്തുന്നത് വിദ്യാഭ്യാസമുള്ള ഇടങ്ങളിലാണ്. പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസമുള്ളതാണ്, കഴിവും പ്രാപ്തിയും ജോലിയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. മാത്രവുമല്ല മാതാപിതാക്കളുടെ സമീപനം, ചിലരുടെയൊക്കെ, എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. വിവാഹിതയായി കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതങ്ങ് സഹിച്ച് നിന്നോണം. നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർ മുമ്പേ നാണക്കേടാകില്ലേ? ഇതാണ് സ്വന്തം മകളുടെ ജീവിതം എത്ര സുരക്ഷിതമാകണമെന്ന് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കും. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും പറയും, അല്ല നാട്ടുകാർ പറഞ്ഞാൽ മോശമോ. ആ ചിന്താഗതി മാറിയേ പറ്റൂ. നമ്മൾ തീർച്ചയായും ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ മറ്റേ എല്ലാ കുടുംബ ബന്ധങ്ങളും, അത് അച്ഛനമ്മമാരും മക്കളും തമ്മിലായാലും ഇതുപോലെ ഇൻലോസ് ആയാലും ആരായാലും, എല്ലാ കുടുംബ ബന്ധങ്ങൾക്കും ഒരു ഊഷ്മളത അനിവാര്യമാണ്. ആ ഊഷ്മളത നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. അത് പ്രത്യേകിച്ചും ഈ ഗാർഹിക പീഡനങ്ങളിലെ ആത്മഹത്യകൾ നമ്മൾ പരിശോധിച്ചാൽ കൂടുതലും ഭർതൃഗൃഹങ്ങളിലെ പീഡനങ്ങൾ കൊണ്ട് ആണെന്നുള്ളതാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് അങ്ങനെയൊരു പ്രയാസത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി അകപ്പെട്ടു പോയാൽ അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കുക എന്ന ഏക കാര്യത്തിലല്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയമാകുമ്പോഴാണല്ലോ കുട്ടികൾ മറ്റുള്ളവരോട് വിവരം പറയുകയൊക്കെ ചെയ്യുന്നത്. അത് കാര്യം മനസ്സിലാക്കി പെൺകുട്ടിക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവൾക്ക് വലിയ സപ്പോർട്ട് കൊടുത്ത് അവൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അപ്പം നിയമം കർശനമാക്കുന്ന കാര്യത്തിൽ ഈ നിയമ നടപടികൾ കുറ്റമറ്റതാക്കണം. 1. 2, ബോധവൽക്കരണം മതിയാകുമോ എന്ന് ചോദിക്കുമ്പം എൻ്റെ ജീവിതാനുഭവത്തിൽ ബോധവൽക്കരണത്തിലൂടെ മാറിയ ഒത്തിരി പേരെ നേരിട്ടറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവരെയും ഒറ്റയടിക്ക് നമുക്ക് സുവിശേഷ പ്രസംഗം നടത്തി നന്നാക്കിയെടുക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ ബോധവൽക്കരണം നടത്തുന്ന ആളുകളുടെ മുന്നിലിരിക്കുന്ന 10 പേരുണ്ടെങ്കിൽ 5 പേർ അല്ലെങ്കിൽ ഒന്നായിക്കോട്ടെ 2 പേർ മാറിയാൽ അതും അസറ്റാണ്, അതും നമുക്ക് നേട്ടമാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളുടെയൊക്കെ ഒരു പിന്നോട്ട് പോവുകയാണെങ്കിൽ പഴയൊരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് വരുന്ന സ്ത്രീകളുടെ എണ്ണം, കുറ്റകൃത്യങ്ങൾ പ്രതിസ്ഥാനത്ത് സ്ത്രീകളുടെ എണ്ണം അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അതൊരു ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. സ്ത്രീകൾക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ കഴിയുമോ എന്നുള്ള ചോദ്യം പോലും അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ എഡ്യൂക്കേറ്റഡായ സ്ത്രീകൾ പോലും ഈ രീതിയിലൊരു ക്രൈമിലോട്ടൊക്കെ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ അങ്ങ് മാറാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാവും? ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതുപോലെ മറ്റേത് കുറ്റകൃത്യം ഉണ്ടായാലും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന കുറ്റകൃത്യം, കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്ന മാനസികാവസ്ഥ, അതും പോലും നമ്മൾ കാണുകയില്ലേ? തീർച്ചയായും കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ മറ്റോ ഏതൊരു ഭേദ ചിന്താഗതിയും അതിനെ ബാധിക്കാറില്ല. കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് മാത്രമേ നമ്മൾ നോക്കിക്കാണാവൂ. പക്ഷെ അങ്ങനെ വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ചില കേസുകളിൽ സ്ത്രീകളുടെ മനോഭാവങ്ങൾ വളരെ മാറിയിട്ടുണ്ട്. അവർ ഒരു ആഡംബരത്തിന് വേണ്ടിയോ പണസമ്പാദനത്തിന് വേണ്ടിയോ ഏത് കുറ്റകൃത്യം ചെയ്യാൻ മടിയില്ലാത്ത കുറച്ച്, അവിടെയും ഞാൻ പറയുന്നു, കേരളത്തിലെ സാമൂഹിക ജീവിതത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളും ഏറ്റവും നന്നായി അന്നന്ന് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തെ പോറ്റാൻ ഒരു സ്ത്രീ, ചിലരൊക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കാറുള്ളത് പോലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അവർ എംപവേർഡായി എഡ്യൂക്കേറ്റഡായി അവർ തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഗാർഹിക ഉത്തരവാദിത്വത്തിൽ നിന്നോ സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്നോ മോചനമില്ല. ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന, വലിയ 5 അക്ക ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീയും വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട് ഉഴറുന്നത് നമ്മൾ കാണാറുണ്ട്. എല്ലാവരും അല്ല, അല്ലാത്ത ആളുകൾ കുറച്ചുണ്ട്, എങ്കിലും ഭൂരിപക്ഷം പേര്. അങ്ങനെയുള്ള സ്ത്രീകൾ ഒരുപാടുള്ളപ്പോഴും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചുള്ള തരത്തിലുള്ള സ്ത്രീകളും സമൂഹത്തിൽ കൂടുതൽ വിസിബിളാകുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നത്
ഇത്തരം കാര്യങ്ങൾക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല. മുമ്പൊക്കെ ആയിരുന്നു നമുക്ക് സ്ത്രീ കുറ്റം ചെയ്യില്ല, ഒരു അമ്മയ്ക്ക് അത് കഴിയുമോ, ഒരു പെൺകുട്ടിക്ക് ഇത് പറ്റുമോ, ഒരു സ്ത്രീ ഇതെങ്ങനെ ആകുമോ എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം വേറെ അന്നും ഉണ്ടായിരുന്നു. നമ്മൾ പുരാണങ്ങളിലൊക്കെ ദുഷ്ട സ്ത്രീ കഥാപാത്രങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇപ്പോൾ കൂടുതൽ വിസിബിൾ ആയതുകൊണ്ട് നമ്മളത് അറിയുന്നു. ഇപ്പോൾ അത്തരം വാർത്തകൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. അതെ അതെ, ആദ്യം പത്രങ്ങളിലൂടെ മാത്രം വളരെ ചുരുക്കം വാർത്തകൾ വന്നു, പിന്നെ ഇപ്പോൾ വിരൽത്തുമ്പിൽ വിശാലമായൊരു ലോകമാണ്. സത്യം പറഞ്ഞാൽ അതും ഒരിക്കൽ ശരിക്കും ഇത്തരം നെഗറ്റീവ് ചിന്തകൾക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സാധനം തന്നെയാണ്. എല്ലാത്തിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ പുതിയ ഡിജിറ്റൽ യുഗത്തിന് ഒരുപാട് പോസിറ്റീവ് സൈഡുണ്ട്. എല്ലാവരും പറയും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന്. ശരി, പക്ഷേ എനിക്ക് ഫോണാണ് എൻ്റെ കുഞ്ഞും ഞാനുമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തി പോകുന്നത്. പക്ഷെ ആ ഫോൺ എടുത്ത് നോക്കി കുഞ്ഞായാലും മുതിർന്നവരായാലും ഒരു തലത്തിലേക്ക് പോയാൽ അത് നെഗറ്റീവാണ്. നമ്മളത് ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചാൽ ഇത്രയും സഹായി വേറെ ആരുണ്ട്, എന്തുണ്ട്? ഒരു ഉറ്റമിത്രത്തേക്കാൾ സഹായിയല്ലേ സ്മാർട്ട് ഫോണുകൾ. അങ്ങ് ഇത്രയും വർഷമായി, പതിറ്റാണ്ടുകൾ ഈ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്നൊരു കാലഘട്ടത്ത് ഇപ്പോൾ മന്ത്രിയായി നിൽക്കുമ്പോഴും ഈ സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ അവരെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം സ്ത്രീകളിൽ വന്നൊരു മാറ്റം എന്താണ്? അവർ കൂടുതൽ ബോൾഡ്നെസ് ആയ സ്ത്രീകളാണോ, അതോ അവരിലുണ്ടാകുന്ന, അതായത് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളായ ഒരു സ്ത്രീ സമൂഹത്തെയാണോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവുമായി കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കൂട്ടുവരാൻ ഒരു സ്ത്രീയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപൂർവ സ്ഥലത്ത് മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അന്നും കഷ്ടപ്പെടുന്ന സ്ത്രീകൾ കുറേയൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രത്തോളമില്ല. കാലം മാറി മാറി വന്ന് സ്ത്രീകൾ ധാരാളമായി പൊതുരംഗത്തേക്ക് വന്നു. എല്ലാ സംഘടനകളിലും, രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക ആത്മീയ സംഘടനകളടക്കം നിരവധിയായ സ്ത്രീകൾ, എല്ലാ മേഖലയിലും സ്ത്രീ എത്തിപ്പെടാത്ത ഒരു മേഖലയുമില്ല. മാധ്യമരംഗത്തായാലും എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ സ്ത്രീകൾ ഈ വിസിബിളായിട്ടുള്ളത് നോക്കിയാൽ സ്ത്രീകൾ മുഴുവൻ തൊഴിലെടുക്കുന്നവരായിട്ട് തോന്നും. പക്ഷേ ആനുപാതികമായ കണക്കൊക്കെ എടുക്കുമ്പോൾ അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് മുന്നോട്ട് വരാനുണ്ട്. എങ്കിൽ പോലും സ്ത്രീകൾ ഒരുപാട് വരുന്നു. അന്നത്തെ സ്ത്രീകളെയും ഇന്നത്തെ സ്ത്രീകളെയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് കുറച്ച് സ്ത്രീകളിൽ മാത്രമേ ആ ആത്മവിശ്വാസവും ആത്മധൈര്യവും നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളിലുമുണ്ട്, കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. എങ്കിലും ചിലർ തളർന്നു പോകും ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പൊതുരംഗത്തേക്ക് ധാരാളമായി സ്ത്രീകൾ കടന്നു വരണം. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കേരള ജനസംഖ്യയിൽ കൂടുതൽ സ്ത്രീകളാണ്. ജനസംഖ്യ ആനുപാതികമായി ഇന്ന് വരെ എങ്ങും സ്ത്രീകൾ വന്നിട്ടില്ല, ഒരിടത്തും വന്നിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീകൾക്ക് എത്ര ഉന്നത പദവിയിലായാലും, ഒരുപക്ഷെ IAS IPS റാങ്കിലുള്ള സ്ത്രീകളാണെങ്കിൽ പോലും തൊഴിൽ രംഗത്ത് അവർ നേരിടുന്ന ചൂഷണങ്ങൾ, ഹറാസ്മെൻറ്റ്, ഒരുപക്ഷെ സെക്ഷൽ ഹറാസ്മെൻ്റ് ഒക്കെ ആകാം, അത്തരം കേസുകൾ ഇന്നും കുറഞ്ഞിട്ടില്ല. അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും താഴെത്തട്ട് മുതൽ സ്ത്രീകൾ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാകില്ലേ? സാമൂഹ്യ മനോഭാവം മാറിയേ തീരൂ. ഇപ്പോഴും മാറാത്തവരുണ്ട്. സ്ത്രീകളെ വ്യക്തികളായി അംഗീകരിക്കാൻ ഇപ്പോഴും മടിയുള്ള ആളുകൾ, അവർ എണ്ണത്തിൽ കുറവാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വിരാജിക്കുക. എത്ര മികവോടുകൂടി അവനവനിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ സ്ത്രീകൾ ചെയ്താലും അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. സാരമില്ല, നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ഇത്രയും എത്തിയില്ലേ. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നാളുകളിലെ പെൺമക്കൾ, അവർ ഇന്ന് നമ്മൾ പറയുന്ന ഈ ചെറുതല്ല, ഇന്ന് നമ്മൾ പറയുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അവർക്കത് അപരിചിതമായിരിക്കും. അത്രമേൽ സ്ത്രീകൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ ഏറ്റവും നല്ല നിലയിലെത്തും. സ്ത്രീകളെ ഇങ്ങനെ എല്ലാ മേഖലകളിലും കടന്നു വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ പറയുന്ന ഒരു പുരുഷ മേധാവി, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല, അതൊക്കെ ഒരു ഡിബേറ്റിന് വിധേയമാകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയത്തിലായാൽ പോലും, അല്ലെങ്കിൽ മറ്റു മേഖലകൾ, പൊതുരംഗത്ത് അത്തരത്തിലൊരു മനോഭാവം ഇപ്പോഴും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ഏറെ കൗതുകകരമായ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ചർച്ചയ്ക്ക് പോയാൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തും. ശരിയാ, നമുക്ക് അതിശക്തമായി ആഞ്ഞടിക്കണം, ഇനി ഇതരുത്, എന്താ പറയുക, സമത്വം എല്ലാവർക്കും ഉള്ളത്, എല്ലാവരും മനുഷ്യരാണ്, വ്യക്തികളാണ്, അസമത്വം പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ചില പുരുഷന്മാരൊക്കെ ആ വേദിയിലിരുന്ന് നമ്മളെക്കാൾ ആവേശത്തോടുകൂടി ഈ സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീ സുരക്ഷിതത്വത്തെക്കുറിച്ചും ഒക്കെ പറയും. അപ്പോൾ നമ്മൾ പുളകിത ചിത്തരാവും. പക്ഷേ അവരുടെയൊക്കെ വ്യക്തിജീവിതങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ
ചിലർ, എല്ലാവരും അല്ല കേട്ടോ, ഒരുപാട് പേര് മാറ്റും. എന്ത് പറയുമ്പോഴും എക്സെപ്ഷണൽ കേസുകൾ തോന്നും. അപ്പോൾ ഇതൊന്നും പ്രായോഗിക തലത്തിലില്ല. അതാ ഇനിയും മാറ്റം അനിവാര്യമാണ്. ഒരുപാട് മാറാനുണ്ട്, ഒത്തിരി മാറി, അതിൽ സന്തോഷമുണ്ട്. ഇനിയും ഏറെ മാറാനുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ തോന്നുന്നത്, അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ കോൺഗ്രസ് ആയോ CPM എന്തോ ആകട്ടെ, BJP എന്തോ ആകട്ടെ, പൊതുവേ രാഷ്ട്രീയത്തിൽ വരുന്ന സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന അവർക്കൊരു അംഗീകാരമൊക്കെ പഴയതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? അതോ ഇപ്പോഴുമൊക്കെ തന്നെ അവരൊന്ന് മാറ്റി നിർത്താനായി ശ്രമിക്കുന്ന ഒരു വികാരം ഇപ്പോഴും ഉണ്ടോ? രണ്ടും ഉണ്ട്. ഒന്ന്, പഴയതിനേക്കാൾ കൂടുതൽ അംഗീകാരം കിട്ടുന്നത് ചിലർ ശ്രദ്ധിക്കും. അയ്യോ, ഒരു വനിതയെ വിളിക്കൂ, വിളക്ക് കൊടുത്തിക്കൊണ്ടിപ്പോൾ ഒരു സ്ത്രീ ഉണ്ട്, ഒന്ന് കൊടുത്തു, ഏതെങ്കിലും അറ്റത്തൊരു വിളക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ വേദികളിൽ ഇതൊരു പരിഗണന എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സംവരണം എന്ന രീതിയിൽ കിട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഉള്ളൊരു അംഗീകാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നു. സംവരണത്തിനപ്പുറത്തേക്ക് കഴിവിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഇപ്പോഴും വളർന്നിട്ടുണ്ടോ? ഇനിയും വേറെ വളരാനുണ്ട്. ലിംഗപരമായ അല്ലാതെയുള്ള നിലപാട് ഉണ്ടാകേണ്ടതാണ്. എല്ലായിടത്തും അത് ഉണ്ടാകുന്നില്ല, പേരിന് വേണ്ടി. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയുള്ളൊരു വേർഡാണ്, ആ വാക്കാണ്. അപ്പോൾ ചിലർ ഓർക്കാതെ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഓർക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ആളുകൾ ശ്രദ്ധിച്ച് തുടങ്ങി, അതില്ലെങ്കിൽ പിടി വീഴുമെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ മാറ്റം വീണ്ടും തുടങ്ങി കേട്ടോ. അപ്പോൾ ശരിക്കും സമൂഹം ചർച്ച ചെയ്തതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയത്തിലായാലും ഉന്നതമായ വേദികളിലും ഉന്നതമായ ബോഡികളിലുമൊക്കെ സ്ത്രീകൾക്ക് കൂടി ഒരു അവസരം, അല്ലെങ്കിൽ സ്ത്രീകളെ കൂടി പരിഗണിക്കുന്നത്. അതിപ്പോൾ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ 3 മുന്നണി രാഷ്ട്രീയ പാർട്ടികളും ഒട്ടും മോശമല്ല. അവിടെ സ്ത്രീകളുടെ ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് വായിക്കുമ്പോൾ തന്നെ എല്ലാ തവണയും മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതാണ് എത്ര സ്ത്രീകളെ പരിഗണിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ സ്ത്രീകളില്ലാത്തത് കൊണ്ടാണോ, ഇത്രയൊക്കെ മതി എന്ന രീതിയിൽ തീരുമാനിക്കുന്നതുകൊണ്ടാണോ? അത് സ്ത്രീകളില്ലാത്തത് കൊണ്ടല്ല, ഒരിക്കലുമല്ല. കഴിവുറ്റ സ്ത്രീകൾ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കഴിവും ചിന്താശേഷിയുള്ള സ്ത്രീകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുണ്ട്. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്, അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. അടക്കി സ്വാഭാവികമായി അത്രയും കാലമായി തങ്ങളിൽ ഇരിക്കുന്ന അധികാരങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ള വിമുഖത കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മാധ്യമ ഇടപെടലുകൾ, പൊതു ഇടങ്ങളിലെ ചർച്ചകൾ, അത്തരം സാഹചര്യങ്ങളിലൂടെ മാത്രമേ ഇത് തിരുത്തപ്പെടുകയുള്ളൂ. നിരന്തരമായ ശ്രമങ്ങൾ നടത്തി. ഞാൻ ചോദിക്കട്ടെ, സതി എങ്ങനെ നിന്നേ? ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ അതിനായി നിലകൊണ്ടപ്പോഴല്ലേ. അവിടെ തൊട്ട് ഇങ്ങോട്ട് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഓരോ പടവുകളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. എല്ലായിടത്തും ഉൽപ്പതിഷ്ണുക്കളായ പുരുഷന്മാർ, സ്ത്രീകൾ, അവരൊത്തുചേർന്നുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങളിലൂടെയല്ലേ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ഇങ്ങനെ പൊതു ഇടങ്ങളിലേക്ക് വന്നത്. തൊഴിലിനാണെങ്കിലും സാമൂഹ്യ ജീവിത ക്രമത്തിലേക്കാണെങ്കിലും. തീർച്ചയായും അത്തരമൊരു ചർച്ചകളും ഡിബേറ്റുകളും ഇത്തരം അധികാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ മാറ്റം പൂർണ്ണമാവുകയുള്ളൂ. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.